നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ആഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യ അതിൻ്റെ 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ മുഴുകുമ്പോൾ നാം ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടത് എന്തിനെന്നോ, ഈ 79ാം വർഷവും നമുക്കൊരു ജനാധിപത്യ രാജ്യമായി തുടരാനാകുന്നു എന്നതാണ്. മഹാത്മജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആബാലവൃത്തം ജനങ്ങളെയും മുൻനിർത്തിക്കൊണ്ടുള്ള ഐതിഹാസിക സ്വാതന്ത്ര്യ സമരത്തിലൂടെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും എന്നേക്കുമായി കെട്ടുകെട്ടിക്കുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അവർ കൊള്ളയടിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്ഥാനമേറ്റത്. പഞ്ചവത്സര പദ്ധതികളിലൂടെയും ഹരിത വിപ്ലവത്തിലൂടെയും ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെയും നാം മുന്നേറി. പിന്നീട് അങ്ങോട്ട് നമ്മുടെ രാജ്യം വളരുകയായിരുന്നു. ഇന്ന് ആധുനിക ലോകം ഉറ്റുനോക്കുന്ന രാജ്യങ്ങളിലൊന്ന് നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു. കൊലപാതകങ്ങളും സ്ത്രീപീഡനങ്ങളും തുടർക്കഥയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പൂർവികർ സ്വപ്നം കണ്ട രാഷ്ട്രം സൗഹൃദത്തിൻ്റെതായിരുന്നു. കവി പറയും പോലെ, ആണ്ടേക്കൊരിക്കലോരോ ഓഗസ്റ്റ് 15 നരുമയാൽ നുണയേണ്ട മധുരമോ ഭാരതം. അല്ല, അത് നമ്മുടെ രക്തവും വികാരവുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും മരിച്ചു വീണ ആയിരക്കണക്കിന് ജനങ്ങളുടെ ചോരയുടെ ചുവപ്പും വിയർപ്പിൻ്റെ ഉപ്പുമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്. അതിനാൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ധീരദേശാഭിമാനികളെ നമുക്ക് സ്മരിക്കാം. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. നന്ദി, നമസ്കാരം, ജയ്.